الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രപഞ്ചനാഥനിൽ നിന്ന് അവതീർണമായ പ്രകൃതിമതമായ ഇസ്ലാം 100% പ്രകൃതിക്ക് അനുയോജ്യമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. വിശ്വാസ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ സ്വഭാവ ശുദ്ധീകരണവും മനുഷ്യന് അത്യാവശ്യമാണ്. ഒരു സത്യവിശ്വാസി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട, സംസാരിക്കരുത് കേട്ടോ, ഒരു സത്യവിശ്വാസി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സ്വഭാവ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദീനിനെ പറ്റിയാണ്, ഒരു ഹദീനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കുന്നത്.
പ്രത്യേകിച്ച് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ ഒരു ഖുതുബയിലൂടെ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. നാം ജീവിക്കുന്ന ലോകം അത് വികാരത്തിന് അടിമപ്പെട്ട് എന്ത് ചെയ്യുന്നു എന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു നിശ്ചയമില്ലാതെ വികാരം വായുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. വിവേകം വഴിമാറാണ്. കാര്യങ്ങളെ സമാധാനപരമായും ശാന്തതയോടെയും മനസ്സിലാക്കാനും ആലോചിക്കാനും തയ്യാറില്ലാത്ത ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടൊരു മുഅ്മിൻ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളൊരിക്കലും വികാരത്തിനടിമപ്പെട്ട് എന്തെങ്കിലും പറയുകയും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. അഥവാ ദേഷ്യത്തിനടിമപ്പെട്ട് ദേഷ്യം വന്ന് അത് വീട്ടിലായാലും അത് കൂട്ടുകെട്ടിലായാലും പള്ളിയിലായാലും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലായാലും കാര്യങ്ങൾ ദേഷ്യത്തോടുകൂടി മനസ്സിലാക്കി ആ ദേഷ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി ആവാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും പരിശോധിക്കാനും വേണ്ടി വേദത്തിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൗറാത്തിലും ഇഞ്ചീലിൽ നിന്നും അവസാനം കടന്നു വരുന്ന പ്രവാചകന്റെ എല്ലാ ലക്ഷണവും അയാൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിമായിട്ടില്ല. അവസാനം ഒരു പ്രവാചകന് വരാനുണ്ട്, ആ പ്രവാചകന്റെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായി ആ വേദ പണ്ഡിതന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകനെ കണ്ടപ്പോൾ എല്ലാ ലക്ഷണവും ഒത്ത ആളാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഉറപ്പിക്കണമല്ലോ, പ്രവാചകനാണോ എന്ന് അറിയണം. അയാൾ വിശ്വസിച്ചിട്ടില്ല. ആ പണ്ഡിതൻ പ്രവാചകനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്താ പരിശോധിക്കണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യത്തിന് അടിമപ്പെടുന്നുണ്ടോന്നാണ്. അഥവാ പ്രവാചകത്വത്തിന്റെ പ്രവാചകനാണ് എന്നതിന്റെ ഒരു അടയാളം എന്താണ്? ആ പ്രവാചകൻ ദേഷ്യത്തിന് വികാരത്തിന് അടിമപ്പെടൂലെന്നാണ്. അതാണ് ആ വേദപണ്ഡിതൻ തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചത്. അവസാനം ഒരു പ്രവാചകന് വരാനുണ്ട്, ആ പ്രവാചകന്റെ അടയാളം ഇതൊക്കെയാണ്, ആ പ്രവാചകന്റെ പേര് മുഹമ്മദാണ് എന്നൊക്കെ കൃത്യമായി പഠിച്ച അയാള്. പക്ഷെ മുസ്ലിം ആയിട്ടില്ല. അപ്പൊ പ്രവാചകനാണെന്ന് അറിയണം. അഥവാ വികാരത്തിനടിമപ്പെട്ട് വിവേകമില്ലാതെ പെരുമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആ വേദപണ്ഡിതൻ തീരുമാനിക്കുന്നു. അവസരം കാത്തുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ആ അവസരം ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കുറച്ച് ഗ്രാമീണരായ അറബികൾ വരുന്നു. അവർ വന്നിട്ട് തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച് പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞു. സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടാണ് അവർ പ്രവാചകന്റെ സദസ്സിലേക്ക് വരുന്നത്. അന്നാ സദസ്സിൽ ഈ വേദ പണ്ഡിതൻ അവിടെയുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വന്ന ആളുകളെ സഹായിക്കാൻ ധനമായി ഒന്നുമില്ല. ആ സമയത്ത് ഈ വേദപണ്ഡിതൻ പറഞ്ഞു, നബിയെ, അവരെ സഹായിക്കാനുള്ള ധനം കടമായിട്ട് ഞാൻ തരാം, നിങ്ങൾ അവരെ പട്ടിണി മാറ്റിക്കോളൂ. നിശ്ചയിക്കപ്പെട്ട അവധിയിൽ കടം തിരിച്ചു തന്നാ മതി. അങ്ങനെ ആ വേദപണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടം കൊടുക്കുന്നു. പ്രവാചകൻ അത് വാങ്ങി ആ പട്ടിണി പാവങ്ങളുടെ ദാരിദ്ര്യം നീക്കാനുള്ള വകുപ്പുണ്ടായി കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മക്കയിലെ മദീനയിലെ ബഖീഅ് ഖബർസ്ഥാനിൽ
ഈ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ ഒരു സ്വഹാബിയുടെ മയ്യത്ത് സംസ്കരണ ചടങ്ങ് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, സ്വഹാബാക്കളുണ്ട്. ആ ഒരു ചടങ്ങിലേക്ക് അഥവാ ആ ഒരു ഖബർസ്ഥാനിലേക്ക് ഈ വേദപണ്ഡിതൻ കടന്നു വന്നിട്ട് പറയാണ്, നബിയെ, ഞാൻ അന്ന് തന്ന കടം എനിക്കിപ്പോ വേണം. അന്ന് അവധി എത്തിയിട്ടില്ല, പ്രവാചകൻ അല്ലെ അവിടെ എഴുതിയ ആ അവധി സമയം ആയിട്ടില്ല. പരസ്യമായി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇയാൾ വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് തന്ന കടം എനിക്കിപ്പോ വേണം. എന്തായിരിക്കും പ്രിയപ്പെട്ടവർ നമ്മുടെ അവസ്ഥ? അതും ഖബർസ്ഥാനിലെ ഒരു സ്വഹാബിയെ ഖബറടക്കുന്ന ആ ഖബർസ്ഥാനിൽ പരസ്യമായി കൊണ്ട് ചോദിക്കുകയാണ്. ഈ വേദപണ്ഡിതൻ പ്രവാചകനെ പരീക്ഷിക്കാണ്. പ്രവാചകന് ക്ഷമണ്ടോന്ന് അറിയാന്, ദേഷ്യപ്പെടുന്നുണ്ടോന്ന് അറിയലാണ് ഈ വേദപണ്ഡിതന്റെ ആവശ്യം. എന്നിട്ട് കടം തിരിച്ചു ചോദിച്ചിട്ട് അയാൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ എങ്ങനെയാണ്? അവർക്ക് വാങ്ങാൻ അറിയാം, കൊടുക്കാൻ അറിയില്ല. പ്രിയപ്പെട്ടവർ, നമ്മളോടാണല്ലേ ഈ ഒരു കാര്യം പറയുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തീകരം? അതും അങ്ങനെ ഒരു സദസ്സിൽ അല്ലെ, ഒരു മയ്യത്ത് മറമാടുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ കുറിച്ച് പറയണെന്ത് അല്ലെ? അല്ലെങ്കിലും അയ്യോ എന്റെ വാപ്പിയില്ലേ, എന്റെ മക്കളൊക്കെ അങ്ങനെ അല്ലെ, എന്റെ കുടുംബമൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ആർക്കാ ദേഷ്യം വരാതിരിക്കാം? അദ്ദേഹം പ്രവാചകന്റെ കഴുത്തിലുള്ള ആ ഷാളുണ്ട്, തട്ടം, അത് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് മുറുക്കാണ്. മുറുക്കിയിട്ട് പറഞ്ഞു, ഞാൻ അന്ന് തന്ന കട എനിക്ക് ഇപ്പൊ തരണം. ആ സദസ്സിൽ പല സ്വഹാബത്തുണ്ട്. ഉമറുണ്ട് അവിടെ. ഉമറിന് സഹിച്ചില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവക്കാൻ തുടങ്ങി. ഉമർ ചോദിക്കാണ്, പ്രവാചകരെ, ഞാൻ എന്റെ വാളുകൊണ്ട് സംസാരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ എന്റെ വാളുകൊണ്ട് സംസാരിക്കണമെന്ന്. ഈ വേദപണ്ഡിതന് പ്രിയമുള്ളവരെ അറിയേണ്ടത് എത്രേ ഉള്ളൂ, പ്രവാചകൻ ദേഷ്യത്തിന് അടിമപ്പെടുന്നുണ്ടോ എന്ന് മാത്രമേ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് വിവേകത്തോടെ അയാൾ ഇടപെട്ടതുപോലെ ഇടപെടാതെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുള്ള പരിഹാരം പ്രവാചകൻ ചെയ്തു കൊടുത്തു. അയാൾ ആ ഖബർസ്ഥാനിൽ പ്രിയപ്പെട്ടവരെ ഉറക്കെ വിളിച്ചു പറയണെന്ത്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുൻ റസൂലുള്ളാഹ്. താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ മുസ്ലിമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ഇസ്ലാമിലൊരാളെ എണ്ണം കൂടാൻ. ഇന്ന് നമുക്കിടയിൽ ഇതുപോലെയൊന്ന് പുഞ്ചിരിച്ചാൽ തീരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കിടയിൽ ഇതേപോലെയൊന്ന് പുഞ്ചിരിച്ചാൽ ഒലിച്ചു പോകുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചിരിക്കാൻ റെഡിയല്ല എന്നുള്ളതാണ്. നമ്മുടെ ഒറ്റ ചിരി മതി നമ്മുടെ പള്ളിയിൽ ആൾ കൂടാൻ. നമ്മുടെ കുടുംബത്തോട് ആളുകൾക്ക് തൃപ്തിപ്പെടാൻ, ഇഷ്ടപ്പെടാൻ നമ്മുടെ ചില വാക്കുകളും ചില സംസാരങ്ങളും മതി. പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരം. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് ആളുകൾ എത്താത്തതുണ്ടോ നിങ്ങൾ? നമ്മുടെ മുഖവും നമ്മുടെ പ്രകൃതവും കാണുമ്പോൾ ആളുകൾ നമ്മിലേക്ക് അടുക്കൂല. ഒരൊറ്റ ചിരി കൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാളെ എണ്ണം കൂടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾക്ക് സദാ കാതോർത്തിരുന്ന സ്വഹാബാക്കൾ പല സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം തേടി ചെല്ലുന്നു. ഒരിക്കലും സ്വഹാബി എന്നിട്ട് പറയാ, അല്ലാഹുവിന്റെ റസൂലെ ഔസീനി, എന്നെ ഉപദേശിച്ചാലെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅല്ലബു, അല്ലെ, കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. ആ സ്വഹാബിക്ക് ആ ഉപദേശത്തിനൊന്നും തൃപ്തിയായില്ല. വീണ്ടും ചോദിക്കാൻ, നബിയെ ഔസീനി ഫറദ്ദദ മിറാറൻ. അദ്ദേഹം വീണ്ടും ആവർത്തിക്കാണ്, ഔസീനി, എന്നെ ഉപദേശിച്ചാലെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ലാ തഅല്ലബു, ദേഷ്യപ്പെടാൻ പാടില്ല, കോപിക്കരുത് പറഞ്ഞു. അയാൾക്ക് തൃപ്തിയായില്ല. അയാള് വലിയ എന്തൊക്കെയോ ഉപദേശങ്ങൾ തേടിയാ വന്നത്. വീണ്ടും ചോദിച്ചു, ഔസീനി, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ ഉപദേശിക്കണം. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ലാ തഅല്ലബു, കോപിക്കുന്നല്ലേ. നമ്മളോട് മൂന്നെണ്ണം പറഞ്ഞ നമ്മൾ എന്തൊക്കെയാ ഒരു പടി കഴിഞ്ഞിട്ടുണ്ടാവും. ലാ തഅല്ലബു 3 പ്രാവശ്യം പറയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വലക്കൽ ജന്ന, നിനക്ക് സ്വർഗാണ്, അല്ലെ, നിനക്ക് സ്വർഗാണ്. എത്ര വലിയ മഹത്തായ ഉപദേശമാണ്. ആർക്കാ പ്രിയമുള്ളവരെ ഉന്നതമായ സ്വർഗമുള്ളതായിരിക്കാം?
സ്വർഗം ലഭിക്കുന്ന തഖ്വയുള്ള ആളുകളെ അവരുടെ ഉന്നതമായ വിശേഷണങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സൂറത്ത് ആൽ ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പ്രിയമുള്ളവരെ ആർക്കാണ് സ്വർഗ്ഗം എന്ന് പഠിപ്പിച്ചിരുന്നത്. നിങ്ങൾ കടന്നു വരണം ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങളതാ കടന്നു വരിക. തഖ്വയുള്ളവർക്ക് അല്ലാഹു തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗം. ആരാണ് പ്രിയമുള്ളവരെ ആ തഖ്വയുള്ള ആളുകൾ എന്നറിയുമോ? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس الذين ينفقون في السراء والضراء. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അള്ളാന്റെ മാർഗത്തിൽ പ്രിയമുള്ളവരെ ചെലവാക്കുക. രഹസ്യമായും പരസ്യമായിട്ടൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്ന ആളുകൾ. രോഗം വന്നു, ആ രോഗം വന്നപ്പോ അത് നമ്മുടെ കച്ചവടത്തെ ബാധിച്ചു, സാമ്പത്തികമായ അവസ്ഥയിൽ വലിയ ഇടിവുണ്ടാക്കി. അത് വിചാരിച്ചാണ്ട് പ്രിയമുള്ളവരെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂ? കൊടുക്കണം. കൈ നീട്ടുന്നവർക്ക് നേരെ അവരെ വെറുതെ മടക്കി അയക്കാൻ പറ്റൂ? ഇല്ല. സാമ്പത്തികമായി ശേഷിയുള്ള സമയത്ത് നമ്മൾ കൊടുത്തു, ശരിയാണ്. അതിനർത്ഥം ഇല്ലാത്തപ്പോ കൊടുക്കണ്ടെന്നല്ല. അപ്പോ ഉള്ള സമയത്ത് കൊടുത്ത അത്ര കൊടുക്കണ്ട. അപ്പൊ നമ്മളടുത്ത് എന്താണോ നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുക്കണം. അന്ന് 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ എനിക്ക് 100 കൊടുക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ. 100 കൊടുത്താൽ മതി. വെറുതെ മടക്കി അയക്കാതിരിക്കുക. തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുണ്ട്. തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകള് അവർക്ക് കഴിയുന്ന രൂപത്തിൽ അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതാണ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്ത് ചെയ്യുക? രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾ. സന്തോഷത്തിലും ദുഃഖത്തിലും അഥവാ പ്രയാസമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവാക്കുന്ന ആളുകൾ. രണ്ടാമതായി ഖുർആൻ പറയണെന്തരും, വൽ കാളിമീനൽ ഗൈള്, ദേഷ്യത്തെ അടക്കി പിടിക്കുന്ന ആളുകൾ. ദേഷ്യം വരുമ്പോ ആ കോപത്തെ നിയന്ത്രിച്ചു വെക്കുന്ന ആളുകൾ. അവർക്കാണ് സ്വർഗ്ഗമുള്ളത്. അവരാണ് മുഹ്സിനീങ്ങളായ ആളുകൾ. അവരാണ് പ്രിയമുള്ളവരെ തഖ്വയുള്ളവർ. അവിടതാ കുതിച്ചുപായുന്നവരാണ്, കുതിച്ചുകൊണ്ട് കയറുന്നവരാണ് സ്വർഗത്തിലെ. ദേഷ്യം പ്രിയമുള്ളവരെ എല്ലാവർക്കും ദേഷ്യം വരും. അത് മനുഷ്യന്റെ പ്രകൃതൻ. ദേഷ്യത്തിന് ദേഷ്യപ്പെടാത്തവരായിട്ട് ആരുമില്ല. പ്രവാചകന്മാർക്ക് വന്നിട്ടുണ്ട്, പ്രവാചകന്റെ ഭാര്യമാർക്ക് വന്നിട്ടുണ്ട്, സ്വഹാബാക്കൾക്ക് വന്നിട്ടുണ്ട്. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. പക്ഷെ ദേഷ്യത്തിനടിമപ്പെട്ട്, വികാരത്തിനടിമപ്പെട്ട്, വിവേകം വഴിമാറി പ്രവർത്തിക്കുന്നവരായി ഒരിക്കലും പ്രവാചകരോ സ്വഹാബത്തോ മാറിയിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികൾ എങ്ങനെയാവണം? വൽകാലിമീനൽ ഗൈള്, ദേഷ്യത്തെ അടക്കി നിർത്തുന്നവരാകണം. അവരാണ് ആര്? മുത്തഖീങ്ങൾ. അവർക്കാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ളവരെ പഠിപ്പിക്കണേ. മൂന്നാമതായി ആ ആയത്തിൽ പറയണത് വൽ ആഫീന അനിന്നാസ്, ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് പ്രിയമുള്ളവരെ മാപ്പ് കൊടുക്കുക. ഇങ്ങോട്ട് മറക്കാൻ കഴിയാത്ത മുറിവുകൾ ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടാവും. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. അത് മറക്കാൻ പറ്റൂല എന്നല്ല പറയേണ്ടത്. ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കൂല എന്നല്ല പറയേണ്ടത്. അത് പൊരുത്തപ്പെടാൻ കഴിയണം. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക. അതിനാ വിശ്വാസികളായ ആളുകൾ ശ്രമിക്കേണ്ടത്. അവനെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അവരാണ് ആര് അറിയുന്നത്? അവരാണ് മുഹ്സിനീങ്ങളായ ആളുകൾ. അവർക്കാണ് പ്രിയമുള്ളവരെ സ്വർഗ്ഗമുള്ളത് എന്നാണ് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അല്ലെ, നമ്മള് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ അല്ലെ കുടുംബനാഥന്മാരാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ കോപത്തിനടിമപ്പെട്ട് പലതും അല്ലെ പ്രവർത്തിച്ചു പോരാറുണ്ട് അല്ലെ, പലതും നമ്മൾ പറഞ്ഞു പോവാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഒരു വീടിന്റെ അന്തരീക്ഷം തന്നെ അങ്ങനെയാണല്ലോ. സ്വാഭാവികമാണ് തർക്കങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് കൊണ്ടുവരാൻ നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കാം. അവർ നമ്മോട് ദേഷ്യപ്പെട്ടു, അവര് ഇന്നലകളിലെ പലതും അനുസ്മരിക്കാൻ തുടങ്ങും, ഗതകാലങ്ങളിലെ പലതും അവർ എണ്ണിപ്പറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വെറുതെക്കുവോ? നമ്മൾ വെറുതെക്കൂല. നമ്മളിലെ തിരിച്ചങ്ങോട്ടും പറയും. പിന്നെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് എന്തുണ്ടാവില്ല അറിയങ്ങൾ, ലൈസൻസ് ഉണ്ടാവില്ല. അവസാനം പറഞ്ഞു പറഞ്ഞ് ഒരു വിവാഹമോചനത്തിന്റെ വക്കുകളിലേക്ക് വരെ, വിവാഹമോചനങ്ങളിൽ വരെ കലാശിച്ചത്ര കുടുംബങ്ങളുണ്ട് അറിയെങ്കിൽ. എന്നിട്ട് പിന്നീട് ഖേദിക്കണം, പിന്നീട് സങ്കടപ്പെടും. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയണത്, ഖാല അമീറുൽ മുഅ്മിനീൻ ഇയ്യാക വൽ ഉളബ്, നിങ്ങൾ ഉളബിനെ സൂക്ഷിക്കണം, കോപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന അവ്വലുഹു ജുനൂനുൻ വആഖിറുഹു നദമുൻ, അതിന്റെ തുടക്കം ഭ്രാന്തും ഒടുക്കം ഖേദവുമാണ്. ദേഷ്യത്തിന്റെ തുടക്കം ഭ്രാന്താണെന്ന്, അതിന്റെ അവസാനം ഉണ്ടാകുക ദുഃഖമായിരിക്കും. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചിരുന്നു. അഥവാ അല്ലെ വൈകി ഉദിക്കുന്ന വിവേകം ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാണ് വിവേകം. ആ വിവേകത്തിന് പ്രിയമുള്ളവർ ഒരു പ്രശസ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തുടക്കം അല്ലെ ദേഷ്യത്തിന് അടിമപ്പെടുമ്പോ അല്ലെ തുടക്കം അല്ലെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. എല്ലാം കഴിഞ്ഞിട്ട് ക്ഷമ കൊടുത്തിട്ട് അല്ലെ പറഞ്ഞ വാക്കും അല്ലെ അതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. ഒരാളെ നമ്മൾ നമ്മുടെ കൈകൊണ്ട് അടിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന് വേദന ഉണ്ടാക്കാൻ തരങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ ചില സംസാരങ്ങളേക്കാരം. അടിച്ചൽപ്പം മറക്കും, വേദന പോയാൽ അത് മറക്കും. പക്ഷെ നാവ് കൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ, അത് ജീവിതത്തിൽ മറക്കൂല. നമ്മളെത്ര പൊരുത്തപ്പെടിപ്പിച്ചാലും അത് മനസ്സ് നിലവ് പോകൂല. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മുടെ നാവിന് നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട് തന്നെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക കലിമത്തുൽ ഹഖ് ഇൻദ റിളാ വ ഇൻദൽ ഗളബ്. നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക കലിമത്തുൽ ഹഖ് ഇൻദ റിളാ വ ഇൻദൽ ഗളബ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് നേരായ വാക്ക് പറയാനുള്ള തൗഫീഖിനെ ചോദിക്കണമെന്ന്. എപ്പോ? ഇൻദ റിളാ വ ഇൻദൽ ഗളബ്. ഞാൻ നല്ല തൃപ്തനായിരിക്കുന്ന സമയമുണ്ടോ, സന്തോഷത്തിലുള്ള സമയം, ആ സമയത്തും ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയം ഉണ്ടാവും, ആ സമയത്തും നല്ല വാക്കു പറയാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ എനിക്ക് തരണേ എന്ന് ആര് പ്രാർത്ഥിക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പതിവാക്കണം. മനുഷ്യരാണ് അല്ലെ, മനുഷ്യന്റെ പ്രകൃതമാണ് ദേഷ്യം എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരമായി നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദേഷ്യത്തിന് അടിമപ്പെടാതെ വിവേകത്തോടുകൂടി പെരുമാറുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനി ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വൈകാരികമായ കാര്യങ്ങൾക്ക് വേണ്ടി കോപിച്ചിട്ടില്ല. ആ പ്രവാചകനെ പിൻപറ്റേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 10 വർഷത്തോളം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഖദംതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 വർഷം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്റെ ജോലിക്കാരനായി ഞാൻ ഉണ്ടായിട്ടുണ്ട്.
ഖാല ലി ഉഫിൻ വലാ ലിമ സ്വനഅത വലാ അല്ലാ സ്വനഅത്. എന്നോട് പ്രവാചകൻ ഇന്നുവരെ, ആ 10 വർഷത്തിന്റെ ഇടയിൽ ഇന്നുവരെ പ്രവാചകൻ ഛേ എന്നൊരു വാക്കിനോട് പറഞ്ഞിട്ടില്ല എന്ന്. അല്ലെങ്കിലോ വലാ ലിമ സ്വനഅത് വലാ അല്ലാ സ്വനഅത്, അല്ലേ? എന്താണ് നീ എന്താണിത് ചെയ്യാത്തതെന്നും ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നുള്ള രൂപത്തിൽ അങ്ങനത്തെ ഒരു സംസാരം ഇന്നുവരെ എന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. അതിനർത്ഥം പ്രിയപ്പെട്ടവരെ, കോപിക്കേണ്ട സ്ഥലങ്ങളിലും സന്ദർഭത്തിലും കോപിക്കേണ്ടെന്നല്ല. മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ ഒരുപാട് സന്ദർഭങ്ങളിൽ കോപിച്ചത് ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ പ്രവാചകന്റെ പേരക്കുട്ടികളിൽ ഒരാളെന്ത് ചെയ്തു? സക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഒരു കാരക്ക വായിലേക്ക് ഇട്ടു. നമ്മളാണെങ്കിൽ എന്താ പറയാ? ചെറിയ കുട്ടിയല്ലേ എന്നറി. അതിനിപ്പോ എന്താ പറയാ? അതിന് ബുദ്ധിയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ എന്നറി. പ്രവാചകൻ ആ കുട്ടിയുടെ വായിലേക്ക് കൈയിട്ട് എന്ത് ചെയ്തു? അത് വായിലേക്ക് കൈയിട്ടാണ് പുറത്തേക്ക് എടുക്കുകയാണ്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമ്മളെ അയൽവാസിന്റെ പറമ്പെന്ന് നമ്മുടെ മകനോ മകളോ ഒരു മാങ്ങ, തേങ്ങ, ചക്ക എന്തായിക്കോട്ടെ ചോദിക്കാതെ അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന നമ്മളെന്താ അറിയാം? നമ്മൾ ദേഷ്യപ്പെടും. പറഞ്ഞു മനസ്സിലാക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കോപിക്കും. അവിടെ നമ്മൾ അടിക്കും, ചീത്ത പറയും, എല്ലാം ഉണ്ടാവും. എന്നാൽ ദേഷ്യപ്പെടേണ്ട സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണില്ല? ദേഷ്യപ്പെടുന്നില്ല. ഒരേ സ്വഹാബി വുളു എടുത്തിട്ട് മടമ്പുകാട് നനയാത്തത് കണ്ടപ്പോ പ്രവാചകൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു വൈലുൽ അഅഖാബി മിനന്നാർ, മടമ്പെങ്കാലിന്റെ ആളുകൾക്ക് നരകാണെന്ന് പറഞ്ഞു. അഥവാ മടമ്പ് വുളു എടുക്കുമ്പോ നനയാതെ വന്നാല് അത് നരകാണ്. പ്രവാചകൻ അത് കണ്ട് പ്രവാചകൻ കോപിക്കുന്നുണ്ട്. നമ്മള് ദീനിനു വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തോടും മക്കളോടും കോപിക്കലുണ്ട്. നമ്മൾ ആലോചിക്കാം. എന്നാ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ കോപിക്കുന്നുണ്ട്. കറിയിൽ ഉപ്പ് കൂടിയാല്, ചായയിൽ മധുരം കൂടിയാല്, കുറഞ്ഞാല്, കറി ടേസ്റ്റ് ഇല്ലെങ്കിൽ, വേവിച്ചില്ലേ ചോറ് വേവേറിയാല്, അതേ മക്കള് ബിസ്മിയല്ലാതെ ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ നമുക്ക് ദേഷ്യമില്ല. നമ്മൾ ഉപദേശിക്കണില്ല. ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ഉപദേശം പോലും നമ്മൾ കൊടുക്കൂല. കൂട്ടുകാരന്റെയോ കൂട്ടുകാരിയുടെയോ പെന്നോ പെൻസിലോ എടുത്തിട്ട് നമ്മുടെ കുട്ടി വരാണ്, സ്കൂൾ ബാഗ് ചെക്ക് ചെയ്തപ്പോ അവന് വാങ്ങിക്കൊടുത്ത പെന്നല്ല അവന്റെ കയ്യിലുള്ളത്, അവന് കട്ടെടുത്താണ്. നമ്മൾ ദേഷ്യപ്പെടും. അപ്പൊ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കോപിക്കും. ആവശ്യമുള്ള സ്ഥലത്തോ നമ്മൾ കോപിക്കണില്ല. അതുകൊണ്ട് കൃത്യമായി ഈ ഒരു വിഷയം പ്രിയമുള്ളവർ നമ്മൾ പഠിക്കണം. അതോടൊപ്പം പ്രവാചകൻ അതുമായി ബന്ധപ്പെട്ട മര്യാദ പഠിപ്പിച്ചു. നമ്മുടെ ദേഷ്യം വന്നാലേ നമ്മുടെ ഒരാളെങ്കിലും ഇരിക്കുമ്പോ ദേഷ്യം വന്നു നമ്മളെന്താ ചെയ്യുക? ഒറ്റ എണീക്കലാണ്, എണീക്കും. പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാ നിങ്ങള്? ഇതാ നിങ്ങളിൽ ഒരാൾക്ക് കോപം വരികയാണ്, വഹുവ ഖായിമുൻ, അവന് നിൽക്കാണ്. നിൽക്കണമെങ്കിൽ നമ്മളെന്താ ചെയ്യാ? അവിടെ അടി കഴിഞ്ഞിട്ടുണ്ടാവും. പ്രവാചകൻ പറയാണ്, അയാൾ നിൽക്കുകയാണെങ്കിൽ ഫല്യജ്ലിസ്, അയാൾ ഇരിക്കണം. എന്നിട്ടും കോപം പോയിട്ടില്ല എങ്കിൽ, ഇരുന്നിട്ടും അയാളെ ദേഷ്യം മാറുന്നില്ലേ, ഫല്യലുത്തജ്ജ, അവനവിടെ കിടക്കട്ടെ എന്നുണ്ട്. അവിടെ കിടക്കട്ടെ എന്ന്. ഇരുന്നോടത്തുനിന്ന് എണീക്കല്ല വേണ്ടത്. ഇരിക്കുന്ന ഒരാൾ കോപം വന്ന് അവിടെ കിടക്കുക വേണ്ടത്. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച മര്യാദയാണ്. ദേഷ്യം വരുമ്പോ അഊദു ചൊല്ലാൻ പ്രവാചകൻ പഠിപ്പിച്ചു. പിശാചിൽ നിന്ന്. ദേഷ്യം എവിടുന്നാണ്? അത് പിശാചിൽ നിന്നാണ്. പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ ചോദിക്കണം. അതേപോലെ തന്നെ ഫല്യസ്കുത്, നിങ്ങൾ മിണ്ടാതെക്കാൻ, നിശബ്ദനായിരിക്കാൻ. ദേഷ്യം വരുമ്പോ മിണ്ടാൻ പാടില്ല. നമ്മൾ ദേഷ്യം വരുമ്പോ വായിൽ വരുന്ന വാക്കുകൾക്ക് ലൈസൻസ് ഉണ്ടാവില്ല. മിണ്ടാതെക്കാനാ പറഞ്ഞത്. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച മര്യാദയാണ്. ഇതൊരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമായി ഉണ്ടാകേണ്ട ഒരു ഗുണമായത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ
നമ്മുടെ സ്വർഗം വരെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. നമ്മൾ ദേഷ്യം എന്ന് പറഞ്ഞ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നത്, പക്ഷെ നമ്മുടെ സ്വർഗപ്രവേശനം വരെ തടസ്സപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പഠിക്കുക, ദേഷ്യത്തിന് അടിമപ്പെടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.